ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിച്ചാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെ 5 വിഷയങ്ങളായി വിരിഞ്ഞു പോകുന്നു. ഓരോ വിഷയങ്ങളുടെയും പുറകെ മനസ്സ് പോയി അതിൻ്റെ ദേഹത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ജീവനെ വലിച്ചിഴച്ച് ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിലെല്ലാം സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവൻ മയങ്ങിക്കിടക്കുന്നു. തൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചറിയാതെ മനസ്സിൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി ജീവൻ ബന്ധിതനാകുന്നു. ഈ ബന്ധനത്തിന് കാരണം മനസ്സിൻ്റെ ആജ്ഞാനുവർത്തിയായതുകൊണ്ടാണ്. അതിനാൽ ജീവനായിരിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ നാം ഓരോരുത്തരും ആത്മാവായിരിക്കുന്ന നമുക്ക് 3 ഉപകരണങ്ങളാണുള്ളത്. ഒന്നാമത്തേതാണ് ശരീരം, ഭോഗങ്ങൾ അനുഭവിക്കാൻ. രണ്ടാമത്തേതാണ് മനസ്സ്. മൂന്നാമത്തേതാണ് ബുദ്ധി. ശരീരം, മനസ്സ്, ബുദ്ധി 3 ഉപകരണങ്ങളുണ്ട് നമുക്ക് ഈ ലോക ഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട്. അതിലൂടെയാണ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. ഈ സുഖദുഃഖാദികൾക്ക് മോഹിച്ച് മനസ്സാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി വന്നപ്പോൾ ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും ഒക്കെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ആ മനസ്സ് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ബുദ്ധിയെയും ജീവനെയും കീഴ്പ്പെടുത്തി മനസ്സിൻ്റെ ഇഷ്ടാനുസരണം വിഹരിക്കുന്നു. അവസാനം ഇതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ദേഹസ്ഥനായിരിക്കുന്ന ദേഹി തീരാത്ത ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്നു. ഇതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ താൻ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയണം. അപാരമായ കഴിവുണ്ട് ഓരോ ജീവൻ ഈശ്വരൻ്റെ തനിശക്തിയോടു കൂടിയാണ്. പക്ഷേ മനസ്സിനടിമപ്പെട്ടതുകൊണ്ട് തൻ്റെ ശക്തിയെക്കുറിച്ച് താൻ ഒന്നും തന്നെ അറിയുന്നേയില്ല. അതിനാൽ താൻ ആരാണെന്നും തൻ്റെ ശക്തി എന്തെന്നും താൻ ബോധിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് പരമസത്യം അറിയാൻ കഴിയൂ. അതിനെ വിഘാതമായി നിൽക്കുന്ന മനസ്സിനെ നാം അനുസരിപ്പിക്കണം. അതിനാൽ ഒരു കവി പറയുന്നത് കേൾക്കും. മനസ്സദാത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചങ്ങനെ കൊണ്ടുപോകേ രസിച്ചുകൊണ്ടേ നടകൊള്ളു തൻ്റെ ബലത്തെയോർപ്പീലവരെന്തു ചെയ്യും. മനസ്സ് ഈ ദേഹസ്ഥനായിരിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ എന്നെ, ഞാൻ എന്ന് പറയുന്ന ശക്തിവിശേഷത്തിനെ വലിച്ചിഴച്ചങ്ങു കൊണ്ടുപോകും. മെല്ലെ 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 വിഷയങ്ങളിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകും. മനസ്സതാത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചങ്ങനെ കൊണ്ടുപോകും. രസിച്ചുകൊണ്ടേ നടകൊള്ളു തൻ്റെ, അതിലൊക്കെ രസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തൻ്റെ ബലത്തെയോർപ്പീരവനെന്തു കഷ്ടം. തനിക്കപാരമായ ശക്തിയുണ്ട് എന്ന പരമാർത്ഥം അറിയാതെ മനസ്സിൻ്റെ പിടിയിൽപ്പെട്ട് ജീവൻ വലയുന്നു. താൻ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അടിമ ആകേണ്ട ആളല്ല. ദേഹോഹബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. അതാണിവിടെ അടിമയാകാൻ കാരണം. ഈ ദേഹം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ചുമട്ടുകാരൻ മാത്രമാണ് നാം. എന്നാൽ നാം ആകട്ടെ ചുമട്ടുകാരനല്ല, ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥനാണ്. ഇതിനെ നയിക്കുന്ന നിയാമകനാണ്.
ഇതിനെ വേണ്ടാത്ത വഴിക്ക് പോകുമ്പോൾ വേണ്ട വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടത് ആ മനസ്സിൻ്റെ തന്നെ ജോലിയാണ്. അത് നാം അതിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കണം. ശരീരമാകുന്ന രഥം, ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകൾ, അതിൻ്റെ ഒരു കടിഞ്ഞാണാണ് മനസ്സ്. അത് ബുദ്ധിയുടെ കൈകളിൽ നാം ഏൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ ചരട് വലി കൊണ്ട് ഇന്ദ്രിയങ്ങളെ വേണ്ടാത്ത വഴിയിൽ നിന്നും പിൻവലിച്ച് വേണ്ട വഴിയിലേക്ക് കൊണ്ടുപോരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ജീവിതം കൊണ്ട് നേടേണ്ടതെന്തോ അത് നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മനസ്സദാത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചങ്ങനെ കൊണ്ടുപോകേ, രസിച്ചുകൊണ്ടേ നടകൊള്ളു തൻ്റെ ബലത്തെയോർപ്പീര വരിന്തു ചെയ്യും.